ഹായ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് തായ്ലൻഡ് പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. തായ്ലൻഡിലേക്കുള്ള പാക്കിംഗ് ആണ് ഇന്ന്. ഫ്ലൈറ്റ് അപ്പോൾ ഈവനിങ് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള പാക്കിംഗ് ആണ് ഇന്ന്. എല്ലാവരും വാരി വലിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടിയിലേക്കൊക്കെ സെറ്റ് ചെയ്ത് 4 days ആണ് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മോർണിംഗ് ആണ് എത്തുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ ഐറ്റിനറി ഒക്കെ റെഡിയാണ്. അപ്പോൾ ഐറ്റിനറി അനുസരിച്ചാണ് ഡ്രസ്സസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഒന്ന് കറങ്ങിയിട്ടൊക്കെ റൂമിലേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരെ ഉള്ള ഡ്രസ്സസ് വരെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഓരോ ഡ്രസ്സസ് ആയിട്ട് പെട്ടിലേക്ക് പാക്ക് ചെയ്യാണ്. ഈ ഡ്രസ്സിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇന്നേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കാം. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ തപ്പിക്കൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര പാടാ. അതുകൊണ്ട് ഞാൻ എല്ലാവരും സെറ്റ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ തന്നെ എല്ലാവരും വെച്ചേക്കാം. അവിടെ ചെന്നിട്ട് ലാസ്റ്റ് ഇടാനുള്ളത് ഞാൻ ഫസ്റ്റ് പെട്ടിയിലേക്ക് പാക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം ഫസ്റ്റ് പോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ലാസ്റ്റ് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ആദ്യം ഇടേണ്ടതൊക്കെ ഫസ്റ്റ് വെച്ചോണ്ടിരിക്കുകയാണ്. കപ്പല് അത് സെപ്പറേറ്റ് ബാഗിലായിട്ടാണ് വെക്കണേ. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു നാപ്കിൻ, ഒരു ടവൽ, ടിഷ്യൂ, ഈ സാധനങ്ങളെല്ലാം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ടൂത്ത് ബ്രഷ് ആൻഡ് പേസ്റ്റ്. എന്റെ പെട്ടി ഓൾമോസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നിറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേ മേക്കപ്പ് സാധനങ്ങൾ, കുറച്ച് നമ്മുടെ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ക്രീം കാര്യങ്ങൾ, സൺ ലോഷൻ, അതെല്ലാം ഞാൻ ഇതിനകത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു ബാഗുകളിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈപ്സ്, എപ്പോഴും റീഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് വൈപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് മെയിൻ വേണ്ട സാധനങ്ങളാണ് ഗ്ലാസും അതേപോലെ തന്നെ തൊപ്പിയും. ഈ തൊപ്പിയും ഇതിൽ തന്നെ കൊള്ളിക്കണം. പിന്നെ ഈ ബാഗ് ഒരു ചെറിയ ഒരു ഹാൻഡ് ലഗേജ്, ഒരു ഹാൻഡ് ബാഗ് പോലെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പാസ്പോർട്ടും അതുപോലെ നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് ഈ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ഈ ബാഗിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത്. അവിടെ നല്ല ഹോട്ട് ആയതുകൊണ്ട് നമുക്ക് പെർഫ്യൂം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഹാൻഡ് ലഗേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ചെറിയ ബോട്ടിൽസ് ഞങ്ങൾ വാങ്ങിയായിരുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഇതൊരു 50 ml 100 ml ഒക്കെ താഴെ വരുന്ന ബോട്ടിൽസ് ആണ്. ഈ ബോട്ടിൽസിൽ നമുക്ക് ബാക്കിയുള്ള ഷവർ ജെല്ല്, അതുപോലെ തന്നെ നമ്മുടെ ലോഷൻ കാര്യങ്ങളൊക്കെ, സൺ ലോഷൻ, പ്രൊട്ടക്ഷനിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ലഗേജിൽ വെക്കാം. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രെയിറ്റ്നർ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് അധികം വെയിറ്റ് ഒന്നുമില്ല. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ അത് ഞങ്ങള് ട്രാവലിങ്ങിന് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്ത് നോക്കാൻ പോണതിന് മുന്നേ എപ്പോഴും നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനൊരു ചെക്ക് ഇൻ സ്റ്റാഫ് ആയതുകൊണ്ട് പറയുവാണ്, ഇത്തരത്തിൽ എന്തെങ്കിലും ടാഗ്, അതായത് നിങ്ങൾ ഓൾറെഡി വന്നതിന്റെ ടാഗും കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവും. അത് എപ്പോഴും റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൗണ്ടറിലേക്ക് പോകും. നിങ്ങളിത് റിമൂവ് ചെയ്തില്ല, ചെക്ക് ഇൻ സ്റ്റാഫ് മസ്റ്റായിട്ടും ഇത് റിമൂവ് ചെയ്യണം. കാര്യം ഓൾഡ് ടാഗ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ കഴിഞ്ഞ വന്ന ഫ്ലൈറ്റിന്റെ അത് QR, ഇവിടെ ഒരു സ്കാനർ ഉണ്ട്. ഈ സാധനം സ്കാൻ ചെയ്തിട്ട് ആണ് ഇത് ബെൽറ്റിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ബെൽറ്റ് ചേഞ്ച് ആയി പോവാനും എല്ലാം ഉള്ള ഭയങ്കര സാധ്യതകളുണ്ട്. അപ്പം ഇൻ കേസ് ചെക്ക് ഇൻ സ്റ്റാഫിന്റെ കണ്ണിലും 360 ആംഗിളിൽ നോക്കണം നമുക്ക്. അപ്പം എങ്ങനെ തിരക്കില് അവർക്ക് അത് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ് ചിലപ്പോൾ വേറെ ബെൽറ്റിൽ കൂടെ കയറി വേറെ ഫ്ലൈറ്റിൽ വേറെ ഡെസ്റ്റിനേഷനിൽ എത്താനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. യൂഷ്വലി അങ്ങനെ വരാറില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഫ്ലോറിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യിപ്പിക്കും. അപ്പൊ എപ്പോഴും വന്നു കഴിയുമ്പോൾ തന്നെ ഈ സാധനം അങ്ങ് റിമൂവ് ചെയ്യാം. ഈ വെയിറ്റ് നോക്കാൻ പോവാണ്. ടോട്ടൽ നമുക്ക് 7 kg ആണ് പെർ പേഴ്സൺ അലൗഡ് ആയിട്ടുള്ളത്. അപ്പൊ എത്രയുണ്ടെന്ന് നോക്കട്ടെ. 725 ഉണ്ട്. ഏകദേശം ഒരു 7 kgയുടെ അടുത്താണ് തോന്നുന്നു. എന്തെങ്കിലും ഷിഫ്റ്റ് ആക്കുന്നത്. പഞ്ചസാര പെട്ടി 80 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 76 സംതിങ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ടു എയർപോർട്ട് ആണ്. ഇനി ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ചേട്ടൻ